ശബരിമലയിൽ നടന്നത് പുരാവസ്തു കൊള്ളയല്ലെന്നും അതിന് അന്താരാഷ്ട്ര ബന്ധങ്ങളില്ലെന്നും കണ്ടെത്തൽ. നിലവിൽ പ്രതികളായിട്ടുള്ള സംഘം മാത്രം ഉൾപ്പെട്ട സ്വർണ്ണക്കൊള്ളയെന്നാണ് കണ്ടെത്തൽ. യഥാർത്ഥ സ്വർണ്ണപ്പാളി അപ്പാടെ കടത്തിക്കൊണ്ടുപോയതിനും തെളിവില്ല. അന്വേഷണം 90% പൂർത്തിയായി. അതേസമയം നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലെന്നാണ് SIT സംഘത്തിന്റെ നിഗമനം. ഈ മാസം അവസാനമോ അടുത്ത മാസമോ കുറ്റപത്രം നൽകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. അനന്തകൃഷ്ണൻ കൂടുതൽ വിവരങ്ങൾ നൽകും. അനന്തൻ, ഗുഡ് മോർണിംഗ്. കുറ്റപത്രം സമർപ്പിക്കാറായി. പക്ഷെ അതിനോടകം കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം, ഇതിൽ പുരാവസ്തു കൊള്ള നടന്നിട്ടില്ല, മറ്റ് വിദേശ ബന്ധങ്ങളൊന്നും ഇതിനില്ല. ഇപ്പോൾ എത്തിയിരിക്കുന്നവരിൽ മാത്രം ഈ കൊള്ള ഒതുങ്ങി നിൽക്കുന്നു എന്നതാണല്ലോ. വിശദാംശങ്ങൾ എന്താണ്? മൂത്തി, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണം ഏതാണ്ട് പൂർത്തിയായി. 90% പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് SIT കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ ശബരിമലയിൽ നടന്നത് പുരാവസ്തു കടത്താണോ എന്നുള്ള സംശയമാണ് ഉയർന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി തന്നെ സുഭാഷ് കപൂർ മോഡൽ കൊള്ള ശബരിമലയിൽ നടന്നു, അതായത് യഥാർത്ഥ പാളി കൊണ്ടുപോയി ഡ്യൂപ്ലിക്കേറ്റ് പാളി പകരം കൊണ്ടുവന്നു എന്ന നിലയ്ക്കും അത് ഈ അവിടുത്തെ പാളിയുടെ പുരാവസ്തു മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റിലേക്കൊക്കെ പോയി എന്നുള്ള ചില വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അത്തരം വിലയിരുത്തലുകൾക്ക് അടിസ്ഥാനമില്ല എന്നാണ് അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അതായത് പുരാവസ്തു കച്ചവടം അവിടെ നടന്നിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ സുഭാഷ് കപൂറിനെ പോലുള്ള അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘം ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല. മാത്രമല്ല, ഈ പാളികൾ പൂർണ്ണമായും എടുത്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയതായിട്ടും തെളിവില്ല. നിലവിൽ SIT കണ്ടെത്തിയിരിക്കുന്നത് ഈ പാളികളിൽ നിന്ന് സ്വർണം ഉരുക്കി മാറ്റി എന്നുള്ളതാണ്. അതിനപ്പുറം ഈ പാളികൾ കൊണ്ടുപോയി അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നു എന്നത് സംബന്ധിച്ചൊരു തെളിവും ഇതുവരെ കിട്ടിയിട്ടില്ല. മാത്രമല്ല, പ്രതികളെല്ലാം നൽകിയിരിക്കുന്ന മൊഴിയും ഉരുക്കി സ്വർണം എടുത്തു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ പ്രശ്നമുള്ളത് ഈ ഉരുക്കിയ സ്വർണം എന്ത് ചെയ്തു എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് ഒരു തിട്ടവും ഇപ്പോൾ ഇല്ല. അതേസമയം SITക്ക് ചില വിവരങ്ങളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരാധനയുമായി ബന്ധപ്പെട്ട മറ്റു മാർഗങ്ങളിലേക്ക് അത് ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇതിനകത്ത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന സ്വർണം കണ്ടെത്തി അല്ലെങ്കിൽ അത് റിക്കവർ ചെയ്യുക എന്നുള്ളൊരു ഘട്ടം അത് ഈ കേസിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അത് അതിസങ്കീർണമാണ് എന്നുള്ളതാണ്. അതായത് എടുത്തുകൊണ്ടുപോയി മോഷ്ടിച്ചു എന്ന് കരുതുന്ന സ്വർണം അത് മറ്റൊരു രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെട്ട് സാമ്പത്തിക ലാഭം പ്രതികൾ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ആ സ്വർണം, അതേ സ്വർണം തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ദുഷ്കരമാണ്, അതിനി നടക്കില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ റിക്കവറി ഇല്ലെങ്കിലും ഈ കൊള്ള എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന കേസ് നിലനിൽക്കും എന്ന് തന്നെയാണ് SITയുടെ വിലയിരുത്തൽ. അപ്പോൾ ആ കൊള്ള എത്രത്തോളം ഗൗരവകരമായി ഇതിനെ നിയമപരമായി സമീപിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു ആശങ്ക പൊതുജനങ്ങൾക്ക് ഉണ്ടാവില്ലേ, ഇങ്ങനെ റിക്കവറി ചെയ്യാൻ കഴിയില്ല എന്ന് വരുമ്പോൾ? തീർച്ചയായിട്ടും. കാരണം ഈ കേസ് കോടതിയിലേക്ക് കുറ്റപത്രമായി എത്തുകയും അത് വിചാരണ ഘട്ടത്തിലേക്ക് എത്തുകയും പ്രതികൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരുപാട് സാധ്യതകൾ ഇപ്പോഴും ഉണ്ട്. കാരണം ഒരുപാട് മേഖലകൾ, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട മേഖലകൾ ദുർബലമാണ് എന്ന് SIT തന്നെ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ അത്തരം മേഖലകൾ പൂർണ്ണമായും തെളിവുകൾ ശക്തമാക്കുക എന്നുള്ളതാണ് SITയുടെ നിലപാട്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് ഈ ഘട്ടങ്ങളിൽ, അന്വേഷണത്തിന്റെ ഈ അവസാന ഘട്ടത്തിൽ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് VSCയിൽ നടത്തിയ പരിശോധന. പക്ഷേ അതും പര്യാപ്തമല്ല എന്ന് കണ്ടതോടെയാണ് ഹൈക്കോടതി ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ പോലെയുള്ള പ്രമുഖ ലാബുകളിൽ പരിശോധന നടത്താനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ പാളികളുടെ കാലപ്പഴക്കം, അതുപോലെ തന്നെ അതിലെ സ്വർണത്തിന്റെ അളവ് ഒക്കെ കൃത്യമായി തിട്ടപ്പെടുത്തിയാൽ മാത്രമേ സ്വർണ്ണക്കൊള്ള നടന്നു എന്നുള്ള കേസെങ്കിലും കോടതിയിൽ തെളിയിക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ മറ്റേതെങ്കിലും വലിയ വൻ തോക്കുകളായിട്ടുള്ള വൻ സ്രാവുകളായിട്ടുള്ള പ്രതികളെ കണ്ടെത്തിയിട്ടില്ല, അതല്ലെങ്കിൽ അത്തരം ലിങ്കുകൾ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളവരും ആരോപണ വിധേയരായി നിൽക്കുന്ന ചിലരുമൊക്കെയാണ് ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കെടുത്തിട്ടുള്ളത്. അതിൻ്റെ വലിയ ലാഭം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ ലാഭം എങ്ങനെ, ഇവരെന്ത് പ്രോസസ്സാണ് ഈ സ്വർണം ഉരുക്കിയെടുത്തതിന് ശേഷം ചെയ്തത് എന്നത് സംബന്ധിച്ച് ഒരു രഹസ്യ സ്വഭാവത്തോടെ നിലനിൽക്കുകയാണ്. അത് സംബന്ധിച്ച് കുറ്റപത്രത്തിൽ ആ സസ്പെൻസ് ഉണ്ടാകും എന്നുള്ളതാണ് അന്വേഷണ സംഘം നൽകുന്ന വിശദീകരണം. ഏതായാലും നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ശബരിമലയിലെ സ്വർണം അന്താരാഷ്ട്ര കൊള്ള സംഘങ്ങൾക്ക് കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് SIT ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. അത് പൂർണ്ണമായും സ്ഥിരീകരിച്ച് കഴിഞ്ഞു. മോദി, ശരി.